കോയങ്ങീണി പറയും സൈഡാക്കാം. അടിപൊളി ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. എന്തായാലും ഇതിലെ ഞാൻ പോയി വരാം. അപ്പോൾ നമ്മൾ മോട്ടർ ഒരു രക്ഷയില്ല, നന്നാക്കി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ തന്നെ റൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം റൈഡ് ഇവിടെ സ്റ്റോപ്പായി കിടക്കല്ലേ. അപ്പോൾ നമ്മൾ ആൾക്കാരെല്ലാം പ്ലാൻ ചെയ്തിട്ട് സ്റ്റോപ്പാണ്ടല്ലോ വിചാരിച്ചിട്ട്, നല്ല മഴയുണ്ട്, നല്ല മഴത്താണ് സ്റ്റോപ്പാണ്ടായിരിച്ചിട്ട് നേരെ തന്നെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് വരുത്തിയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാതെ പോകാൻ ഒരു രക്ഷയില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് നമ്മളെ 31 ഓഗസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിലെ കടയിൽ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വണ്ടി സൈഡാക്കിയിട്ട് നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ആടി വിളിച്ചതാണ്. ഒരിക്കലും പോകാതൊക്കെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോന്നിട്ട് മൊറയൂർ കഴിഞ്ഞ് മോങ്ങം വെള്ളാമ്പുറം ഭാഗത്തെത്തിയിട്ട്, അപ്പോൾ മോങ്ങത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. മോങ്ങത്തുനിന്ന് കഴിയാനായി മോങ്ങം അങ്ങാടി കൂടെ മിഥിലാജ് നമ്മളെ വണ്ടിയായിട്ട് വരുന്നുണ്ട്. ബാക്കിലെ ഫ്ലാഷ് കാണുന്നത് മിഥിലാജാണ് കേട്ടോ. ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവന്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വണ്ടിമേലാണുള്ളത്. രാത്രി ആയതുകൊണ്ട് ലൈറ്റിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മിഥിലാജ് നമ്മളെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിഥിലാജ് ഇതാ പോകുന്നതാണ്. ഞാനും മറ്റേ കൂടട്ടെ. അപ്പോൾ എൻ്റെ വണ്ടിമേലായിരുന്നു കുറച്ചു നേരം ഇത് വലിച്ചു പോന്നിരുന്നു. അവിടുന്ന് നാട്ടിൽ നിന്ന് കേട്ട് പോരാൻ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പം ഇനി അതിലേക്ക് കൂടുതൽ ശ്രദ്ധ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ റൈഡ് അങ്ങനെ സ്റ്റോപ്പായി കിടക്കുള്ളൂ. മോട്ടർ നന്നാക്കാൻ നിന്ന്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോങ്ങം കഴിഞ്ഞിപ്പോൾ വെള്ളാമ്പുറം ഭാഗത്തേക്കൊക്കെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ടാവും വെള്ളാമ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. മിഥിലാജ് ഇവിടെ രണ്ടിലും. അപ്പോൾ എൻ്റെ വണ്ടിയിൽ കുറച്ച് നേരം കയറ്റൊക്കെ കയറ്റി വലിച്ച് കയറിയിട്ടായിരുന്നു. കാരണം മോട്ടറില്ല എന്നുണ്ടെങ്കിൽ കയറ് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ ഇലക്ട്രിക് വണ്ടിയിൽ നേരെ വലിച്ച് അങ്ങനെ കയറ്റിയിട്ടാണ് നമ്മൾ വന്നത്. ക്യാമറ ഒക്കെ മൊത്തം വെള്ളം തന്നെയാണ്. ഇതിലേക്ക് കൊയങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ നേരെ റോഡാട്ടോ, ഞാൻ സ്ട്രൈറ്റ് റോഡാണ്. വെള്ളാമ്പുറം ഇപ്പോൾ നമ്മൾ കയറ് കെട്ടി വലിച്ചിട്ടായിരുന്നു. ഹെൽമെറ്റ് അതിൻ്റെ മുകളിലിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളാമ്പുറത്തെത്തി. ഇനി നേരെ മലപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത്. മലപ്പുറം അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്കാണ് പ്ലാൻ ഉള്ളത്. ആ ഓക്കെ, പള്ളി എവിടെ കാണും? ഉറക്ക് വെക്കുന്നുണ്ടോ? ആ ഓക്കെ. അപ്പോൾ നമ്മൾ മലപ്പുറം കോട്ടപ്പടി ജംഗ്ഷനിലെത്തി. കോട്ടപ്പടി ജംഗ്ഷനിലെത്തി നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കോട്ടക്കുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് തിരൂർ തൃശ്ശൂർ ഭാഗത്ത് കോട്ടക്കൽ ഭാഗത്തേക്കുള്ള റോഡാണ്. പറവൂട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ മഴത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. മിഥിലാജ് അവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ബാക്കിൽ. ഏതായാലും ഇനി ബാക്കി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചങ്കുവെട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. കോട്ടക്കൽ ചങ്കുവെട്ടി നമ്മളെ വണ്ടി ഇവിടെ കാണാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് ടെൻ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ മിഥിലാജ് ഇതിൽ കിടക്കും. ഞാനിവിടെ ഈ ബസ് സ്റ്റോപ്പിൽ കിടക്കാനാണ് പ്ലാന്. ജസ്റ്റ് ഈ ബസ് സ്റ്റോപ്പിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ എണീറ്റിട്ട് പോകാം. അങ്ങനെ ഞാൻ എണീറ്റു കേട്ടോ. ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ കിടന്നിറങ്ങിയത്. അപ്പോൾ ഞാൻ എണീറ്റു. ഏകദേശം ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങി. ഏകദേശം കടകളൊക്കെ തുറന്നു. ഇപ്പോൾ ഏകദേശം 6 മണിയായി. നമ്മളെ ടൈം ഏകദേശം 6 മണിയായി. ഇപ്പോൾ നേരം വെളുത്തിട്ട് നമ്മൾ മിഥിലാജ് ഇവിടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. മിഥിലാജ് ഇതിലുണ്ട്. മിഥിലാജ് ഇവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടി ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ടാണ്. മിഥിലാജ് എണീറ്റിട്ടോ. മിഥിലാജിനെ ഞാൻ വിളിച്ചു. ഏകദേശം ഒന്നുകൂടി വെച്ചപ്പോഴാണ് ഞാൻ എത്തിച്ചത്. ഏകദേശം 6-6:15 സെറ്റല്ലേ? ഇറങ്ങല്ലതാ ഈ കവറില്ല. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഏതായാലും മുന്നോട്ട് പോയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കട്ടെ. ഇന്ന് കൂടുതൽ ഓടാൻ കഴിയാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഉറങ്ങിയിട്ടില്ല. ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ട് അവിടെ റെസ്റ്റ് എടുക്കണം. ഏതായാലും വണ്ടിയിൽ ഏകദേശം 32% ചാർജ് ആയിട്ടുണ്ട്. ഏകദേശം വണ്ടിയിൽ 32% ചാർജ്, 39 കിലോമീറ്റർ ഓടാൻ കഴിയുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ചാർജിങ് ചെയ്യാനുള്ള സംവിധാനം നോക്കണം.
മിഥിലാജ് ബാക്കിൽ വരുന്നുണ്ട്. മിഥിലാജ് ബാക്കിലുണ്ട്. ചെസ്റ്റ് കയറിട്ടിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ കയറിട്ടിട്ട് വിളിച്ചിട്ട് പോകാം. നമ്മളിപ്പോൾ കോട്ടക്കൽ കഴിഞ്ഞ് ചങ്കൂട്ടി കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതായാലും മോട്ടറില്ലാത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ ഏകദേശം ഒരു പാലം പണിയുള്ള ഏതൊരു സ്ഥലത്തെത്തി. അങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം തൃശ്ശൂർ ഭാഗത്ത് പുത്തനത്താണി എത്തി. മലപ്പുറം കോട്ടക്കൽ ചെങ്കോട്ടിയൊക്കെ കഴിഞ്ഞ് പുത്തനത്താണി എത്തി ഏകദേശം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ വണ്ടിക്ക് ചെറിയ പരിക്കും പറ്റി വീണിട്ട്. എൻ്റെ ബ്രേക്ക് ലിവർ അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡാമേജ് വന്നു. പിന്നെ എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു ചെറിയ അർജൻറ്റ് കേസും വന്നു. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് ഇനി ഞാൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും നമ്മളൊരു ഓൾ കേരള ട്രിപ്പ് നമ്മളെ വണ്ടി മേലെ അടിക്കും തീർച്ചയായിട്ടും. മിഥിലാജ് ഏതായാലും ഉഷാറായിട്ട് പോയി വരട്ടെ. ഞാൻ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പങ്ങളുള്ള റോഡ് കയറ്റങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ കെട്ടി വരും. അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു ഇന്നലെ രാത്രി. കുറച്ച് റിസ്ക് എടുത്തിട്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ ഓടിയിരുന്നത്. മഴയൊക്കെ ഉണ്ട്. ഇനി അവൻ്റെ മോട്ടർ അവന് ബുക്ക് ചെയ്ത മോട്ടർ അവനിവിടെ എത്തിയാൽ ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാനും വളരെ സുഖമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ പുത്തനത്താണി ആണ്. നമ്മൾ ഒരു പള്ളിയിലാണ് ഇപ്പോൾ ഇവിടെ മിഥിലാജ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി മോട്ടർ എത്തിയിട്ടാണ് ഇവന് യാത്ര ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. മോട്ടർ എത്താതെ നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. നമ്മളെ വണ്ടിയിൽ വെച്ച് കൂടുതലിങ്ങനെ കെട്ടി കൊണ്ടുപോയി ഒരു പരിധി ഉണ്ട്. അത് കൊണ്ടുപോകുന്നതിന് ഒരു പരിധി ഉണ്ട്. പിന്നെ ഇറക്കങ്ങളും അതുപോലെ നേരെയുള്ള സ്ഥലത്തു നിന്നൊക്കെ മിഥിലാജ് ചവിട്ടി പോകാനാണ്. അപ്പോൾ മിഥിലാജ് പെട്ടെന്ന് ടയേർഡാവുകയും അപ്പോൾ മുന്നോട്ട് അങ്ങനെ പോകാൻ കഴിയുന്നില്ല. അപ്പോൾ മോട്ടറത്തിൽ നിർബന്ധമാണ്, എന്തെങ്കിലും മോട്ടർ ഇതിൽ സെറ്റ് ചെയ്യൽ നിർബന്ധമാണ്, സപ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ ആ സപ്പോർട്ട് മോട്ടറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെങ്കിൽ നമുക്ക് പെഡൽ കൊടുത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ ആ മോട്ടർ എത്തി കഴിഞ്ഞാൽ അത് നേരെ സിമ്പിളായിട്ട് തന്നെ ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് പോയി ചെയ്യാം. കൺട്രോളറിനോ മറ്റു കാര്യങ്ങൾക്കോ ബാറ്ററിക്കോ ഒന്നും കുഴപ്പമില്ല, ആക്കെ സെറ്റാണ്. ഏതായാലും മിഥിലാജ് ഇവിടെ ഉണ്ട്. മിഥിലാജേ, ഞാനിവിടെ ഇവനെ ഒറ്റക്കാക്കി പോകുന്നില്ല. ഞാനിവൻ്റെ പൂർണ്ണ സമ്മതത്തോടെ നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഇന്നലെ രാത്രിക്ക് ഇവിടെ എത്തിയത്. ഇനി കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നമുക്ക് ഇന്നലെ ഉറങ്ങാനുള്ള സൗകര്യവും കാര്യങ്ങളും ടെൻ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കുന്നില്ല പോകാൻ. എന്തായാലും നമ്മളൊരു പോക്ക് എന്തായാലും ഓൾ കേരള അടിക്കും ഇനിയും, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അടിക്കാനും പ്ലാനുണ്ട്. ഏതായാലും മിഥിലാജിൻ്റെ പൂർണ്ണ സമ്മതത്തോടല്ലേ മിഥിലാജിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഉണ്ടോ. അത്യാവശ്യം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടെ തൊട്ട് ഏകദേശം ഈ കോട്ടക്കൽ വലിയ കയറ്റങ്ങളൊക്കെ ഉള്ള സ്ഥലം വരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടർ വന്നാൽ നമ്മൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അതുവരെ ഞാൻ ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാമ്പിംഗ് ആണ്. അവൻ്റെ യാത്ര അവൻ എന്തായാലും മാറ്റി വെക്കില്ല. അവൻ എന്തായാലും ഓൾ കേരള ട്രിപ്പ് അടിച്ചിട്ടേ പോകുള്ളൂ. അതിനുവേണ്ട സപ്പോർട്ട് എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യുന്നതാണ്. ഏതായാലും മിഥിലാജ് എല്ലാ ജില്ലയിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും പോയി കടന്ന് ഓൾ കേരള ട്രിപ്പ് അടിക്കട്ടെ. അതിനുവേണ്ട ബാക്കിയുള്ള പുറകെ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും മിഥിലാജ് ഞാൻ പോയി വരാം. ഏതായാലും ഞാനിവിടുന്ന് വിടുകയാണ്. അപ്പോൾ മിഥിലാജിന് ഇവിടെ ഞാൻ പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൻ എന്തായാലും രാവിലെ തന്നെ ഒരു ദിവസം ഇറങ്ങി തിരിച്ചതാണ് പോകാനും വേണ്ടി. ആ മിഷൻ അവന് കംപ്ലീറ്റ് ചെയ്യും. അത് ഞാനതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് വന്നു. ചിലപ്പോൾ അങ്ങനെ എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ ആ മോട്ടറൊക്കെ ഒന്ന് സ്റ്റോപ്പായി നിന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല വണ്ടി പാഞ്ഞ് അതിൻ്റെ മോട്ടർ കാര്യങ്ങൾ സെറ്റാക്കാനും ഒരു ഒഴിവില്ലായിരുന്നു. മിഥിലാജിൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ പോകുന്നത്. അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല മിഥിലാജ്? അപ്പോൾ ഓക്കെ, മിഥിലാജ് ഇവിടെ ഉണ്ട് കേട്ടോ. മിഥിലാജിൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, സെറ്റാണ്. ഇവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ സേഫാണ്. അപ്പോൾ ഉറങ്ങാനും കാര്യങ്ങൾക്ക് കൂടെ സെറ്റാണ്. ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ താമസിക്കുന്നതിന് പറഞ്ഞു. പിന്നെ മിഥിലാജിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അതിൽ ഫുഡ് വെക്കാനുള്ള സാധനം, ഗ്യാസ് സ്റ്റൗ, അതുപോലെ സാധനങ്ങൾ അത്യാവശ്യം വേണ്ട ഫുഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളതെന്ന്. ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ മറക്കാനും മറക്കരുത് കേട്ടോ.